നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ വയോജന സംഗമവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. കൂത്തുപറമ്പ് നഗരസഭ ജനകീയാസൂത്രണം 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വയോജന സംഗമവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. സുരേഷേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ പോലും എല്ലാ പരിപാടിയും അവതരിപ്പിക്കാൻ മുന്നോട്ട് വരികയാണ്. ഇപ്പൊ വയോജന കലോത്സവങ്ങൾ തുടങ്ങിയ സമയത്ത് ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം വിചാരിച്ചു അധികം പരിപാടിയൊന്നും ഉണ്ടാവില്ല, ഒരു 4-5 മണിയാകുമ്പോൾ തീരും, രാവിലെ മുതൽ ആരംഭിച്ചാലും എന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ പല പഞ്ചായത്തിനകത്തും തദ്ദേശ സ്ഥാപനങ്ങളിലും രാത്രി 12 മണി കഴിഞ്ഞിട്ടും മത്സര പരിപാടികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സംസ്ഥാന കലോത്സവം നടന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, 75 വയസ്സായ ഒരു പ്രായമുള്ള ചേച്ചി, അവര് ഭരതനാട്യത്തിന് വേഷമായിട്ട് നമ്മൾ പത്രത്തിൽ വന്നൊരു വാർത്തയായിരുന്നു. ആ വേഷമിട്ട് കാണുമ്പോൾ ചെറിയ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ മുഖമാണെന്നേ തോന്നുള്ളൂ. അത്രമാത്രം മാറ്റാണ്. അവർക്ക് ആ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് പ്രായമുള്ള ഒരു സഹോദരിയാണ്. അപ്പോൾ ഈ 75 വയസ്സിലും അവരുടെ ഉള്ളിലുള്ള ആ ഭരതനാട്യം എന്ന ആ ഒരു കല അവതരിപ്പിക്കാൻ ഒരു വേദി അവർക്ക് ഇപ്പോൾ ലഭിക്കുമ്പോൾ തീർച്ചയായും ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് ബാബു മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അതിനുശേഷം പിന്നെ ഗൂഗിനാഥ ഡോക്ടർ, ബാലേന്ദ്രൻ ഡോക്ടർ, അതുപോലെ പിന്നെ ഗീത ഡോക്ടർ, രാഘവൻ ഡോക്ടർ, ഇവരെല്ലാം ഇപ്പോഴത്തെ പ്രസംഗത്തിലെ കഥാപാത്രങ്ങളാണ്. ഇവരത് കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. രാഘവൻ ഡോക്ടർ അദ്ദേഹത്തിന്റെ മരുമകനെ കുറിച്ച് പറഞ്ഞ, ബാംഗ്ലൂരിലുള്ള മരുമകനെ കുറിച്ച് പറഞ്ഞ അനുഭവങ്ങൾ ഞാൻ മിക്ക കോളേജുകളിലും പറയാറുണ്ട്. ഗീത ഡോക്ടറെ പറ്റിയിട്ട് രാമായണത്തിലെ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഗീത ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയാം. ഹക്ക് ഡോക്ടർ എന്റെ നാട്ടിലെ ചിറ്റാരപ്രകാരം തന്നെയാണ്. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രസിദ്ധീകരിച്ച നഗരസഭയാണ്. അതുപോലെ തന്നെ വയോമിത്രം പദ്ധതി എല്ലാ വാർഡുകളിലും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ അത് എല്ലാ മാസവും 2 തവണ ചെക്ക് ചെയ്തുകൊണ്ട് അവർക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാക്കുന്നു. 10 ലക്ഷം രൂപ ഓരോ വർഷവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി സതീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രജീഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MB ശ്രീജ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷമീർ കെ, CDS ചെയർപേഴ്സൺ ഷൈജ സി, PV ബാലകൃഷ്ണൻ മാസ്റ്റർ, P കുമാരൻ മാസ്റ്റർ, MB സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് മുനിസിപ്പൽ സെക്രട്ടറി PN അനീഷ് സ്വാഗതവും ICDS സൂപ്പർവൈസർ സോണി PJ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ മത്സര പരിപാടികളും അരങ്ങേറി. സമഗ്ര ന്യൂസ് പാനൂർ. നോപരധ്വനി നടനകലാക്ഷേത്രം, സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്, പാനൂർ ആൻഡ് പള്ളൂർ. Affiliated to BSS Cultural Mission, promoted by Government of India. പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ക്ലാസുകൾ ശാസ്ത്രീയ നൃത്തം, ശാസ്ത്രീയ സംഗീതം, വയലിൻ, കീബോർഡ്, ചിത്രകല, സിനിമാറ്റിക് ആൻഡ് വെസ്റ്റേൺ ഡാൻസ്. മുതിർന്നവർക്ക് പ്രത്യേക ബാച്ചുകൾ. അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പാനൂരിലെയും പള്ളൂരിലെയും ഏക സ്ഥാപനം. ഡിപ്ലോമ കോഴ്സുകൾ: ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വയലിൻ, ശാസ്ത്രീയ സംഗീതം. നോപരധ്വനി നടനകലാക്ഷേത്രം, പാനൂർ ആൻഡ് പള്ളൂർ. Contact number 9961 44 2764 9846 83 6 443.